ശ്ലോകങ്ങൾ നോക്കാം. നമുക്ക് ആദ്യം മംഗളാചരണം ചൊല്ലാം. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേഷ്യ കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ओम नमो भगवते वासुदेवाय. कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे वृदासुतं. सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रे विनाशाय श्रीकृष्णाय वयं नमः. एतस्मादपरं किञ्चित् मनःशुद्ध्यै न विद्यते जन्मान्तरे भवेत् पुण्यं तथा भागवतं लभेत्. मेनिरे भगवद्रूपं शास्त्रं भागवतं कलौ पठनात् श्रवणात् सद्यो वैकुण्ठा फलदायकम्. यद्बलं नास्ति तपसा न योगेन समाधिना तद्बलं लभते सम्यक् कलौ केशवकीर्तनात्. न गंगा न गया काशी पुष्करं न प्रयागकं सुखशास्त्रकथायाश्च फलेन समतां नयेत्. इदं भागवतं नाम पुराणं ब्रह्मसंहितं भक्तिज्ञानविरागाणां स्थापनाय प्रकाशितम्. सदा सेव्या श्रीमद्भागवती कथा यस्या श्रवणमात्रेण हरिश्चित्तं समाश्रयेत्. कथा भागवतस्यापि नित्यं भगवति यद्गृहे तद्गृहं तीर्थरूपं हि वसतां पापनाशनं. यश्च भागवतं शास्त्रं वाजेदर्थदोनिशं जन्मकोटिकृतं पापं नश्यते नात्र संशयः. श्लोकार्थं श्लोकपादं वा पठेत् भागवतं च या नित्यं पुण्यमवाप्नोति राजसूयाश्वमेधयो. दुःखदारिद्र्यदौर्भाग्य पापप्रक्षालनाय च कामक्रोधजयार्थं हि कलौ धर्मोऽयमीरिता. संसारसागरे मग्नं दीनं मां करुणानिधे कर्मग्राहगृहीताङ्गं समुद्भवभवार्णवात्. श्रीमद्भागवताख्योऽयं प्रत्यक्ष कृष्ण एव हि स्वीकृतोऽसि मया नाथ मुक्त्यर्थं भवसागरे. मनोरथो मदीयोऽयं सबला सर्वथा त्वया निर्विघ्नेनैव कर्तव्यो दासोऽहं तव केशव. सुखरूपप्रबोधज्ञ सर्वशास्त्रविशारदा एतत्कथा प्रकाशेन मतज्ञानं विनाशय. अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष जनार्दन. ओम नमो भगवते वासुदेवाय. यं प्रव्रजन्तमनुपेदमभेदकृत्यं द्वैपायनो विरहकातर आजुहाव उत्रेति तन्मयतया तरोऽभिनीदो स्तं सर्वभूतहृदयं मुनिमानदोऽस्मि. यस्वानुभावमखिलश्रुतिसारमेकमध्यात्मदीपमदितिदेशदां तमोऽन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्.
ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാത്വേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവൈ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുധ്യത്തെ യത്ര കൃതിഭിः ശുശ്രൂഷഭിസ്തക്ഷണാത്. നിഗമകൽപ്പതരുർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുहुरहो രസികാ ഭുവി ഭാവുകാः. നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയാ ശൗനകാദയാ സത്രം സ്വർഗായ ലോകായ സഹസ്രാസമമാസദാ. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഭഗവാന്റെയും ഗുരുവിന്റെയും കൃപയാല് സീനിയർ വൈഷ്ണവരുടെ കൃപയാല് നമുക്ക് ഒരു ഭാഗവതം സത്സംഗം ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ശിക്ഷാ ഗുരുക്കന്മാരെയും അതുപോലെ സീനിയർ വൈഷ്ണവരെയും കൃഷ്ണകഥാ ശ്രവണത്തിലേക്ക് രുചികരമായിട്ട് എന്നെ പ്രവേശിപ്പിച്ച എല്ലാ ബ്ലെസ്ഡ് സോൾസിനെയും ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് ദീക്ഷാ ഗുരുവിന്റെ അനുഗ്രഹം തേടുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് ചതുശ്ലോകി ഭാഗവതം കേൾക്കാലോ അല്ലെ? ഹരേ കൃഷ്ണ മാതാജി, കേൾക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകി ഭാഗവതമാണ്. അത് നമ്മള് സെക്കൻഡ് കാൻറ്റോയില് 9ാമത്തെ അധ്യായം 33 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളാണ് പ്രഭുപാദിന്റെ ഭാഗവതത്തിലുള്ളത്. വേറെ ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും പ്രസിദ്ധീകരണം നോക്കിക്കഴിഞ്ഞാൽ അത് 34 മുതൽ 37 വരെ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേറെ ഏതെങ്കിലും ഭാഗവതം ചിലപ്പോൾ റീഡിങ്ങിന് വേണ്ടി എടുക്കുന്നവര് ആ ശ്ലോകം 34 മുതലാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. പ്രഭുപാദ് അർത്ഥത്തിനനുസരിച്ച് കുറച്ച് നമ്പേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 33 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളാണ്. അപ്പൊ നമ്മൾ 2ാമത്തെ അധ്യായം നമ്മൾ കണ്ടന്റ് ഒക്കെ പറഞ്ഞു, എല്ലാവർക്കും വളരെ പരിചിതമാണ്. ജസ്റ്റ് ആ ഒരു ശ്ലോകം ഞാൻ വായിക്കണോ? ആരെങ്കിലും വായിക്കുന്നോ ശ്ലോകം? ഹരികൃഷ്ണ. ഒരാൾ ഒരു ശ്ലോകം, പിന്നെ ആരൊക്കെ ചോദിച്ചവർ ഒരു ശ്ലോകം വെച്ചു, 4 ശ്ലോകം വായിച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി? മാതാജി വായിച്ചോളൂ. ഓം നമോ ഭഗവതീ വാസുദേവായ. അഹമേ സമേവാഗ്രേ നാന്യത് സദസത്പരം പശ്ചാത്തഹം യദേച്ഛയോ വശ്യേദസോസ്മ്യഹം. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി, അതിൽ തിരുത്തുണ്ട്. നമ്മൾ കണ്ടന്റ് ഇതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് ഞാൻ തിരുത്തി പറഞ്ഞിരുന്നു. മലയാളം പുസ്തകത്തില് തെറ്റുണ്ട്. അഹമ്മേവ വായുണ്ട് അവിടെ, ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് തെറ്റായത് കൊണ്ട് മാത്രം, ഭഗവത്ഗീതയിലൊന്നും നമ്മളൊന്നും എഴുതാനും വരയ്ക്കാനും പാടില്ല. പക്ഷെ ഇവിടെ തെറ്റായത് കൊണ്ട് മാത്രം നമുക്കറിയാൻ വേണ്ടിയിട്ട് അവിടെ അഹമേവ, മേ കഴിഞ്ഞ് വാ ഉണ്ട്. ഓക്കെ, അവിടെ മുകളില് സംസ്കൃതം നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. അഹമേവ, അഹം ഏവ, ഞാൻ മാത്രം എന്നവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ആ ഏവ എന്നുള്ള വേർഡിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ അവിടെ ഒന്ന് എഴുതി വെച്ചോളൂ. അഹമേവ സമേവാഗ്രേ ന അന്യത് യത് സദസത്പരം പശ്ചാദഹം യദേ തച്ഛ യോ വശിഷ്യേത് സോസ്മ്യഹം. എഴുതിയല്ലോ അല്ലെ? ഹരേഷ്ണ. താങ്ക് യു മാതാജി. അപ്പോ അടുത്ത ശ്ലോകം ആരാ വായിക്കുക? ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 34. ഹൃദേർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാ തമഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ. 3ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷനു പ്രവിഷ്ടാനി തഥാ തേഷു ന തേഷഹം. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. നാലാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്യയാ വ്യതിരേകാപ്യം യത് സ സർവത്ര സർവദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് രണ്ട് ശ്ലോകങ്ങളെ ആക്ച്വലി ഇന്ന് നോക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. അത്രയ്ക്കുള്ള ടൈമേ നമുക്കുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പൊ കണ്ടന്റ് പറയുമ്പോൾ ഞാൻ വളരെ ചുരുക്കിയൊക്കെ പറയാറുണ്ട്, എന്നാലും ഇതിനെ കുറച്ചൊന്ന് ഇതാക്കിയിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം എന്താണ് രണ്ടാമത്തെ കാൻഡോയിൽ നടക്കുന്നതെന്ന് ഫുൾ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ പോലും ആദ്യം മുതൽ നമ്മൾ വിരാട് രൂപ വർണ്ണനമൊക്കെ കഴിഞ്ഞു. നമുക്ക് ചാപ്റ്റർ 8 പരീക്ഷിത്ത് മഹാരാജാവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അല്ലെ. 8ാമത്തെ ചാപ്റ്റർ ഫുൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അപ്പോൾ ശുകദേവ് ഗോസ്വാമി അതിന്റെ ആൻസർ പറയാൻ തുടങ്ങുകയാണ് 9ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ 9ാമത്തെ അധ്യായത്തിൽ ശുകദേവ് ഗോസ്വാമി ആ ഒരു ആൻസർ പറയുന്ന സമയത്ത് അദ്ദേഹം എന്താ ചെയ്യുന്നത്, ബ്രഹ്മജിയും ഭഗവാനും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ ആദ്യം തുടക്കത്തിൽ എന്തായിരുന്നു, ബ്രഹ്മജി തപസ് ചെയ്യുന്നതാണ് അല്ലെ. തപ തപ എന്നുള്ള ശബ്ദം കേട്ടു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അത് എല്ലാവർക്കും അറിയാലോ അല്ലെ. ആ ലോട്ടസ് ഫ്ലവറിൽ ആ താമര പുഷ്പത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം താൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു ഒന്നും അദ്ദേഹത്തിന് അറിയുന്നില്ല. പിന്നീട് അദ്ദേഹം ആ താമരത്തണ്ടിൽ അങ്ങനെ നടക്കുന്നു, ഒന്നും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അങ്ങനെ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് തപ തപ എന്നുള്ള ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ തപസ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് എവിടെ നിന്ന് വന്നു ഈ ശബ്ദം എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹം തപശ്ചര്യ ചെയ്യുന്നു. അങ്ങനെ 1000 ദിവ്യ സംവത്സരം അദ്ദേഹം തപശ്ചര്യ ചെയ്യും. ആ തപശ്ചര്യ സ്വന്തം സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ അല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു തപശ്ചര്യ ചെയ്തപ്പോഴേക്കും ഭഗവാൻ അത് വളരെയധികം ഇഷ്ടമായി, ഭഗവാൻ സംപ്രീതനായി. അങ്ങനെ ആ ഒരു തപശ്ചര്യ കാരണം ഭഗവാൻ എന്ത് ചെയ്തു, പ്രത്യക്ഷനായി അല്ലെ. ഭഗവാൻ പ്രത്യക്ഷനായി. അപ്പോ സ്വയം ഭഗവാൻ തന്നെയും തപശ്ചര്യ, ഭഗവാന്റെ ഒരു തപശ്ചര്യ എന്ന് പറഞ്ഞാല് ഭഗവാൻ ഈ ലോകം, മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പരിപാലനമെല്ലാം ഭഗവാൻ ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നീട് അത് കഴിഞ്ഞ് സംഹാരം ചെയ്യുന്നുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് മൂന്നും ചെയ്യുന്നത് ആരാണ്, ഭഗവാനാണ് സ്വയം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിക്കാനുള്ള ഒരു കാര്യം, അവിടെ ബ്രഹ്മ ഇല്ലേ, ശിവജി ഇല്ലേ, സൃഷ്ടി വേറെ ഇല്ലേ, സ്ഥിതി, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ബിക്കോസ് നമ്മൾ എവിടെയാ നിൽക്കുന്നത്, എല്ലാറ്റിന്റെയും സൃഷ്ടിക്ക് മുന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സൃഷ്ടി നടക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ. സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ പറഞ്ഞു കൊടുക്കാൻ, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ഒരു തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഇൻകാർണേഷനോ ഒന്നും തന്നെയില്ല, ഒരു അവതാരങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് മൈൻഡിൽ വെക്കുക. അപ്പോൾ ഭഗവാൻ അപ്പൊ എന്ത് ചെയ്യുന്നു, ഭഗവാൻ ഡീആക്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നു, ഒന്നും തന്നെ ഭഗവാൻ ചെയ്യുന്നില്ല. ഭഗവാൻ എപ്പോഴും ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഭഗവാന്റെ വിഭിന്ന ശക്തികൾ, ധാരാളം ശക്തികളുണ്ട് എല്ലാം ചെയ്യാനായിട്ട്. എന്നാലും ഇവിടെ ഭഗവാൻ, അങ്ങനെ നമ്മൾ ജസ്റ്റ് മനസ്സിൽ ഇമാജിൻ ചെയ്യുക, ഭഗവാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി സൃഷ്ടി, സ്ഥിതി, സംഹാരം ചെയ്തു കഴിഞ്ഞാലും തന്നെയും ഭഗവാൻ എങ്ങനെയായിരിക്കും, എല്ലാറ്റിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരിക്കും അല്ലെ. എല്ലാറ്റിൽ നിന്നും വിരക്തനായിട്ടായിരിക്കും ഭഗവാൻ നിൽക്കുന്നത്. ഒന്നുമായിട്ടും ഭഗവാന് യാതൊരു ബന്ധപ്പെട്ടല്ല ഭഗവാൻ നിൽക്കുന്നത്. ഒന്നുമായിട്ടും ഭഗവാന് ബന്ധമുണ്ട്, പക്ഷെ ബന്ധനമില്ല. അപ്പോൾ ഭഗവാൻ ഇവിടെ സൃഷ്ടി ചെയ്യുമ്പോൾ ആ സൃഷ്ടിക്കുള്ള എലിമെന്റ്സ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബ്രഹ്മ സൃഷ്ടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 311 ട്രില്യൺ ഇയേഴ്സ്, അത്രയും ട്രില്യൺ ആണ്. ട്രില്യൺ എന്ന് പറയുമ്പോൾ മില്യൺ കഴിഞ്ഞു, ബില്യൺ കഴിഞ്ഞു, അതിലും വലിയ സംഖ്യയാണ് ട്രില്യൺ എന്ന് പറയുന്നത്. നമ്മൾ അല്ലാതെ വായിക്കുമ്പോൾ കുറെ അധിക സംഖ്യകൾ വരും. എളുപ്പത്തിനാണ് ബ്രഹ്മാവിന്റെ കാലം എന്ന് പറയുന്നത് 311 ട്രില്യൺ ഇയേഴ്സ് അപ്രോക്സിമേറ്റ് കേട്ടോ. അത് കഴിഞ്ഞ് കുറെ നമ്പേഴ്സ് പിന്നെ കോമായിട്ടോസ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് പറയുകയാണെങ്കിൽ 311 ട്രില്യൺ ഇയേഴ്സ് ഉണ്ട് ബ്രഹ്മാവിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ഒരൊറ്റ ശ്വാസോച്ഛ്വാസമാണ്. മഹാവിഷ്ണുവിന്റെ ഒരൊറ്റ ശ്വാസം, ബ്രീത്തിങ് ഔട്ട്, ഒരു ശ്വാസം എടുക്കുന്ന സമയമാണ് ആര് ജീവിക്കുന്നത്, ബ്രഹ്മ ജീവിക്കുന്നത്. അപ്പൊ ഭഗവാൻ എത്ര ഗ്രേറ്റ് ആണെന്ന് നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാം അല്ലെ. നമ്മുടെ വർഷങ്ങളും ഒക്കെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഏതായാലും ഭഗവാൻ അവിടെ അതുമായിട്ട് യാതൊരു ഇതുമില്ല. കാരണം
ഒരു ശ്വാസത്തിനകത്ത് ഇത്രയും സൃഷ്ടി നടന്നു, സ്ഥിതി നടന്നു. നമ്മളൊക്കെ 100 വർഷം ജീവിച്ചിരുന്നാൽ പോലും അല്ലെ, എത്രയോ തലമുറകൾ കഴിഞ്ഞ്, എത്രയോ യുഗങ്ങൾ കഴിഞ്ഞു, പിന്നെ അതിനേക്കാൾ മനോന്തരങ്ങൾ കഴിഞ്ഞ് ഒക്കെയും ആര് ജീവിക്കുന്നു? ബ്രഹ്മ ജീവിക്കുന്നു. പക്ഷെ ഇത്രയും കാലഘട്ടം എന്ന് പറഞ്ഞത് ഭഗവാന്റെ ഒരു ശ്വാസോച്ഛ്വാസം മാത്രമാണ്. അപ്പോ ഈ ഒരു സമയത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ്. ബ്രഹ്മാവിന്റെ തപശ്ചര്യയിൽ സംപ്രീതനായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അല്ലെ. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പിന്നീട് വൈകുണ്ഠ ദർശനം ലഭിച്ചു. അതൊക്കെ നമ്മൾ 9ാമത്തെ അധ്യായത്തിൽ കണ്ടു. വൈകുണ്ഠ ദർശനം ഒക്കെ ലഭിച്ചതിന് ശേഷം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ആ ദർശനത്തിൽ പ്രത്യേകിച്ച് നല്ല ഭക്തന്മാര്, പരിശുദ്ധ ഭക്തന്മാരാണെങ്കിൽ മാത്രം അവർക്ക് മാത്രമേ കാര്യമുള്ളൂ. കാരണം നമുക്കറിയാം വിരാട് രൂപം അല്ലെങ്കിൽ വിഷ്ണു കണ്ടു, ധൃതരാഷ്ട്രർ കണ്ടു, അവർക്കൊന്നും യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല അല്ലെ. അവർക്കൊന്നും യാതൊരു ഗുണം അതിൽ നിന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ദർശനം എന്നത് ഭഗവാന്റെ ദർശനം കിട്ടുക എന്നുള്ളതല്ല, നമ്മൾ എത്രത്തോളം അതിന് ക്വാളിഫൈഡ് ആണ്, നമുക്കത് എത്രത്തോളം അതിനെ ഇഫക്റ്റീവ് നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഇഫക്റ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ ബ്രഹ്മ എന്ന് പറയുന്നത് അത്രയും ഭഗവാന്റെ ഒരു ശുദ്ധ ഭക്തനായതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാക്കി അല്ലെ. അപ്പൊ ഇവിടെ ബ്രഹ്മാവിനോട് ഭഗവാൻ ചോദിക്കുകയാണ്, എന്താണ് താങ്കൾക്ക് വരം വേണ്ടത്? ഞാൻ സംപ്രീതനാണ്, അപ്പോ എന്തൊക്കെയാണ് താങ്കൾക്ക് വരം വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ചോദിക്കുന്ന സമയത്ത് ബ്രഹ്മ അത്രയും അഹൈതുകമായിട്ടുള്ള കരുണയാല് ഭഗവാൻ ചോദിച്ചത് കൊണ്ട് മാത്രം ബ്രഹ്മ എന്ത് ചോദിക്കുന്നുണ്ട്? 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെ. 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാലാമത്തെയാണെന്ന് തോന്നുന്നു ഭാവാർത്ഥത്തിൽ ആ 4 ചോദ്യങ്ങളുടെയും അത് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 എന്ന് പ്രഭുപാദർ നമുക്ക് നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. മറന്നുപോയെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിൽ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഭൗതികമായതും അതുപോലെ തന്നെ ആധ്യാത്മികമായതുമായ രൂപത്തെ കുറിച്ച് പറയാനാണ് പറയുന്നത്. അത് 26 മുതലാണ് നമ്മുടെ ശ്ലോകങ്ങൾ. 9ാമത്തെ അധ്യായത്തിൽ 26 മുതലാണ് തുടങ്ങുന്നത്. 26, 27, 28, 29 അങ്ങനെ ആ ശ്ലോകങ്ങളിലാണ് ഈ 4 ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോ ആ ശ്ലോകങ്ങളില് യഥാത്മമായ യോഗേന നാനാശക്തിപബൃംഹിതം വിലുംബൻ വിസൃജൻ കൃഷ്ണൻ ബിഭ്രതാത്മാനമാത്മന. ഇതാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. അപ്പൊ 27 മുതല് അതില് ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? 1ാമത്തെ ചതുശ്ലോകിയാണ് വരുന്നത്. ചതുശ്ലോകി നമുക്ക് 33ാമത്തെ ശ്ലോകമാണ് വരുന്നത്. അത് 1ാമത്തതിന്റെ ആൻസർ ആണ്. അഹമേവ സമേവാഗ്രേ നാന്യത്സദസത്പരം പശ്ചാദഹം യഥേതച്ച യോഗശിഷ്യേത സോസ്മ്യഹം. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് പറയുന്നത്? ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് ഞാൻ ഓൾറെഡി കണ്ടന്റ് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഉണ്ടോ വളരെ ചുരുക്കി തന്നെ പറയാം. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് മെറ്റീരിയൽ ആയിട്ടുള്ളതും അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ളതും ഫോം അല്ലെ, ആധ്യാത്മികമായിട്ടുള്ള ഫോം രൂപത്തെക്കുറിച്ചും അതുപോലെ ഭൗതികമായിട്ടുള്ള രൂപത്തെക്കുറിച്ചുമാണ് ചോദിക്കുന്നത്. അപ്പോ ഭഗവാൻ ആ ഒരു അഹം ഏവ ആസം ഏവ അഗ്രേ, ഇതിനു മുന്നേ എന്തായിരുന്നു? അപ്പൊ ഈ സൃഷ്ടിക്കൊക്കെ മുന്നേ ബ്രഹ്മാവുണ്ട്, ഭഗവാനുണ്ട്. അപ്പൊ ഇതിനൊക്കെ മുന്നേ എന്തായിരുന്നു എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. എന്ത് പറയുന്നു? ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറയാണ്. ഇനി യോഗശിഷ്യേത സോസ്മി, അഹം ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലെ. പശ്ചാത് അതിനുശേഷം, അഗ്രി എന്ന് പറഞ്ഞാല് മുന്നേ, പശ്ചാത്ത് എന്ന് പറഞ്ഞാല് ശേഷം. അതിനു മുന്നേയും ശേഷവും ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. പക്ഷേ ഈ സൃഷ്ടിക്ക് മുന്നേയും ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലെ, സംഹാരത്തിന് ശേഷവും ഉള്ള കാര്യമാണ് പറയുന്നത്. ഭഗവാൻ 2ാമത്തെ അധ്യായത്തില്, ഭഗവത്ഗീതയില് 2ാമത്തെ അധ്യായം 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നത്വേവാഹം ജാതുനാസ്വം നത്വം നേമേ ജനാധിപ നചൈവന ഭവിഷ്യാമ സർവേ വയമതപരം എന്ന് പറയുന്നുണ്ട് അല്ലെ. ഒരിക്കലും ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല, നീയോ അല്ലെങ്കിൽ ഈ രാജാക്കന്മാരോ ഒന്നും തന്നെ ഇല്ലാതിരുന്നിട്ടില്ല, പ്രത്യേകിച്ച് ആരെയും തന്നെ സൃഷ്ടി ചെയ്തിട്ടില്ല എന്നുള്ളത്. കാരണം എന്താണ്? എല്ലാം സനാതനമാണ് എന്നുള്ളതാണ് പറയുന്നത്. സനാതനം, എറ്റേണൽ ആണ്. ബിക്കോസ് ആരും തന്നെ നശിക്കുന്നില്ല, ഒരിക്കലും നശിച്ചു പോകുന്നില്ല. എല്ലാം എവിടെയുണ്ട്? ആ ഒരു എനർജി എന്ന് പറയുന്നത്, ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് ഭഗവാനിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ നമ്മൾ പുതിയൊരു ശരീരം എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാം ആത്മാ എവിടെ ഉണ്ട്? ജീവാത്മാ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അത് ഭഗവാനിൽ തന്നെ ഉണ്ട്. ഭഗവാന്റെ അംശം, മമൈവാംശോ ജീവലോകെ അല്ലെ, ഭഗവാന്റെ തന്നെ അംശമാണ് വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ജീവാത്മാക്കളായിട്ടും വരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു
ഇതിനുശേഷം നമ്മുടെ ഈ ഒരു ശ്ലോകത്തിൽ ഇവിടെ വിവർത്തനം നമുക്ക് വായിക്കാം. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. പ്രഭുപാദ് കി ജയ്. അല്ലയോ ബ്രഹ്മാവേ, ഇവിടം ശൂന്യമായിരുന്നപ്പോൾ, അതായത് സൃഷ്ടിക്കു മുമ്പ് ഇവിടെ നിലനിന്നിരുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ ആകുന്നു. ഭൗതിക പ്രകൃതിയോ ഈ സൃഷ്ടിക്ക് കാരണമോ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങ് ഇപ്പോൾ കാണുന്നതും ഞാൻ, അതായത് പരമദിവ്യോത്തമ പുരുഷൻ മാത്രമാകുന്നു. മാത്രവുമല്ല, സർവസംഹാരത്തിനും ശേഷം അവശേഷിക്കുന്നതും ഞാൻ, അതായത് പരമദിവ്യോത്തമ പുരുഷൻ ആയിരിക്കും. ഭഗവാൻ മാത്രമായിരിക്കും ഇതിനുശേഷം ആ ഒരു സൃഷ്ടിക്ക് മുന്നേയും സംഹാരത്തിന് ശേഷവും ഒക്കെയും അവശേഷിക്കുന്നത് ഭഗവാൻ മാത്രമായിരിക്കും എന്ന് പറയാണ്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു ശ്ലോക പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭാവാർത്ഥം നമുക്ക് കഴിഞ്ഞാല് 669 പേജിൽ പറയുന്നുണ്ട്. വാസുദേവോ വായുധം അഗ്ര ആസി ന ബ്രഹ്മ നച്ച ശങ്കര ഏകോ നാരായണ ആസീൻ ന ബ്രഹ്മാനേശാന ഇത്യാദി പ്രസ്താവനകൾ അല്ലെ. ഇവിടെ എന്താ പറയുന്നത്? നാരായണൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, വേറെ ആരും തന്നെ ബ്രഹ്മാവോ ശങ്കരനോ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മുടെ വിവിധ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കോട്ടായിട്ട് നമുക്ക് ശിലപ്രഭാതർ ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ രണ്ടാമത്തെ, അതാണ് ആദ്യത്തെ ഭാഗം നമുക്ക് വരുന്നത്. അഹം ഏവ സമേവാഗ്രേ സദ് അസത് പരം. നമ്മള് സദ് അസത് പരം നോക്കിക്കഴിഞ്ഞാല് എന്താണ് പറയുന്നത്? ബ്രഹ്മൻ എന്നുള്ള ഒരു ഫോം പറയുന്നുണ്ട് അല്ലെ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്നുള്ള ശ്ലോകം പറയുന്നുണ്ട് നമുക്ക് ഭാഗവതത്തില്. അതിൽ ഭഗവാന്റെ ബ്രഹ്മൻ ഫോമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ സത്ത് പരിണാമം, അസത് കാരണം, എല്ലാറ്റിനും പരമമായിട്ടുള്ള കാരണം ഇവിടെ ബ്രഹ്മനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനല്ല, ഭഗവാന്റെ മൂന്ന് വിഭിന്നമായിട്ടുള്ള മൂന്ന് ഇത് പറഞ്ഞു. അതൊക്കെ ബ്രഹ്മൻ, പരമാത്മൻ, അതുപോലെ ഭഗവാൻ. അതില് ബ്രഹ്മൻ നോക്കിക്കഴിഞ്ഞാല് എന്താണ്? ഇംപേഴ്സണൽ ആണ്, അവ്യക്തിഗതമാണ്, അല്ലെങ്കിൽ ബ്രഹ്മജ്യോതി അല്ലെ. ബ്രഹ്മജ്യോതിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പ്രകാശത്തിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം വന്നിരിക്കുന്നത്, സൃഷ്ടി വന്നിരിക്കുന്നത് എന്നെല്ലാമുള്ള അവ്യക്തഗതവാദികളായിട്ടുള്ളവർ അല്ലെങ്കിൽ മായാവാദികളായിട്ടുള്ളവർ ചിലപ്പോ പറഞ്ഞിരിക്കാം. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു എന്താണ്? സത് അസത് പരം. അത് പരമമായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയുന്നത് നമുക്ക് ഭഗവത്ഗീതയിൽ നോക്കിക്കഴിഞ്ഞാലും 14.27 പറയുന്നുണ്ട്, ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം. അതും ആര് തന്നെയാണ്? ഈ ഇംപേഴ്സണൽ ബ്രഹ്മൻ, ആ അവ്യക്തിഗതമായിട്ടുള്ള ബ്രഹ്മന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആര് തന്നെ? ഭഗവാൻ തന്നെ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതും എങ്ങനെയുള്ളതാണ്? അമൃതസ്യ വേസ്യച ശാശ്വതസ്യ ധർമ്മസ്യ സുഖസ്യ കാന്തി കസ്യച എന്ന് പറയുന്നുണ്ട് അല്ലെ. എല്ലാം അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതും എന്ത് തന്നെ? ശാശ്വതമാണ്, അത് അമൃതമാണ് എന്നെല്ലാം അവിടെ പറയുന്നുണ്ട്. നമുക്ക് 14.27 പറയുന്നുണ്ട്. അപ്പൊ പശ്ചാത് അത് അഹം യഥേതച്ഛ എന്താണ്? അത് ഇതിന് ശേഷം, ഇനി സൃഷ്ടിക്ക് ശേഷം എന്തൊക്കെ ഉണ്ടായി? ഇൻകാർണേഷൻസ് അല്ലെ, പലതരത്തിലുള്ള അവതാരങ്ങൾ, ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടായി. അപ്പോ മത്സ്യ, കൂർമ്മ, വരാഹ, അങ്ങനെ മണൽത്തരി പോലെ, സമുദ്രത്തിൽ മണൽത്തരി എങ്ങനെയാണോ അതുപോലെ അവതാരങ്ങൾ, ഭഗവാന്റെ അവതാരങ്ങൾ ഭൗതിക ലോകത്തുണ്ടായി. അപ്പോ അത് പിന്നീട് അവശിഷ്യേത സൂസ്മ്യഹം. അതിനുശേഷം എന്താണ്? ആ അവതാരങ്ങൾക്കും ഒക്കെ ശേഷം പിന്നീട് എന്താണ് വന്നത്? പിന്നീട് ഭഗവാൻ മാത്രമേ ഉള്ളൂ അല്ലെ. ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു നോളജ് എന്താണ്, ജ്ഞാനം എന്താണ് എന്നുള്ളത്, അതുപോലെ ഭഗവാന്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ശ്ലോകം ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാല് ശ്ലോകം വായിച്ചൂടെ അല്ലെ. രണ്ടാമത്തെ ശ്ലോകത്തിലെ ക്വസ്റ്റ്യൻ പറയുന്നത് മഹാമായ യോഗമായ. ഭഗവാന്റെ രണ്ട് പൊട്ടൻസിയാണ്, മഹാമായ അതുപോലെ യോഗമായ. രണ്ടെണ്ണം ഉണ്ട് അല്ലെ, രണ്ട് ശക്തികൾ നമുക്കറിയാം വ്യക്തമായിട്ട്. മഹാമായയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, മഹാമായ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് എങ്ങനെയാണ് ബിൽഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് വളരെ കൺഫ്യൂസിങ് ആയിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് മൊത്തത്തില് നമുക്കുള്ള ഒരു ഇത് പറയുന്നത്. നമുക്ക് ബേസിക്കലി ഉള്ള ഒരു ജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഭാഗവതത്തിൽ അത് പറയുന്നതെന്ന്. ഭാഗവതത്തില് ഇതിന്റെ ഇത് പറയുന്നത്, ഭഗവാൻ പറയുന്നത് ആത്മനോമായ, എന്റെ ആത്മമായയെ കുറിച്ച് അല്ലെ. തദ്വിദ്യ ആത്മനോമായാം യഥാഭാസോ യഥാതമ. എന്റെ ആത്മനോമായ അതേക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു മായ എന്താണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാല്, അർത്ഥം ഹൃദയ അർത്ഥം യത് ഹൃദീയത
ഇവിടെ നമുക്ക് രണ്ട് വാക്കുകൾ പഠിക്കണം. പ്രതീയത. പ്രതീയത എന്ന് പറഞ്ഞാല് കാണുക. അർത്ഥം എന്ന് പറഞ്ഞാല് എന്താണോ വാസ്തവത്തിലുള്ളത്, മുഖ്യമായിട്ട് അല്ലെങ്കിൽ വാസ്തവത്തില് യാഥാർത്ഥ്യത്തിൽ എന്താണോ ഉള്ളത് അതിന് ഇതിൽ രണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഹൃദയ അർത്ഥം യത് പ്രതീയത, പിന്നെ എന്താണ് ന പ്രതീയത. ഒന്ന് ന അർത്ഥം പറയുന്നുണ്ട്, ഒന്ന് അർത്ഥം പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിലുള്ളത് ഏതാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്തത് ഏതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതിന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കുറച്ച് ഫിലോസഫിക്കലായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. എന്താ വെച്ചാല് മഹാമായയ്ക്ക് 3 പാർട്ടുണ്ട്, 3 കമ്പോണന്റ് ഉണ്ട് മഹാമായയ്ക്ക്. അപ്പൊ യോഗമായി പിന്നെ പറയാം നമുക്ക്. അത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചു. മഹാമായയ്ക്ക് 3 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രധാന, ഒന്ന് അവിദ്യ, ഒന്ന് വിദ്യ. അപ്പൊ 3 ഏതൊക്കെയാണ്? പ്രധാന, അവിദ്യ, വിദ്യ. 3. ഇനി നമുക്കൊരു സംശയം തോന്നും, വിദ്യ എന്ന് പറഞ്ഞാല് അത് യോഗമായയുടെ ഭാഗമല്ലേ എന്ന് തോന്നാം. അല്ല, വിദ്യ എന്ന് പറയുന്നത് മഹാമായയുടെ പാർട്ടാണ്. വിദ്യയിലൂടെയാണ് നമ്മൾ യോഗമായയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മഹാമായയുടെ പാർട്ട് എന്താണ് ഒരു ലിവിങ് എൻറ്റിറ്റിയോട്, ഒരു ജീവാത്മാവിനോട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളെ ബിബിൾഡർ ചെയ്യുക, നമ്മുടെ കൺഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ വ്യാമോഹത്തിൽ പെടുത്തുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു മഹാമായയുടെ കാര്യം എന്ന് പറയുന്നത്. അവരുടെ ഒരു റോൾ, മഹാമായയുടെ റോൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്തൊക്കെയാണെന്ന് പ്രത്യേകിച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, പ്രധാന നോക്കിക്കഴിഞ്ഞാൽ പ്രധാനയിലാണ് നമുക്ക് ഗ്രോസ് ആയിട്ടുള്ള എലിമെന്റ്സ് എല്ലാം ഉള്ളത്. മുഖ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം വരുന്നത് പ്രധാനയിലാണ്. പ്രധാന മഹത്തത്വമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വളരെ ബൃഹത്തായിട്ട് ഇപ്പൊ പറയാൻ സമയമില്ല, അതിനെ ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം. പ്രധാന എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയന്റും വരും. അതിൽ മൈൻഡ് വരും, ഇന്റലിജൻസ് വരും, ഫോൾസ് ഈഗോ വരും, മിഥ്യാഹങ്കാരം അല്ലെ, പിന്നെ ബുദ്ധി, പിന്നെ എന്താണ് മനസ്സ്, ഇതെല്ലാം വരുന്നത് ഏതിലാണ്? ഈ ഒരു പ്രധാനയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള് ഒക്കെ അതിൽ വരും, പ്രധാനയിൽ വരും. അപ്പോ ഇതെല്ലാം ചേർന്നിട്ട് നമ്മുടെ ശരീരം ഉണ്ടാകുന്നത് നമുക്കറിയാം. എലിമെന്റ്സ് എല്ലാം ചേർന്ന് നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരമായാലും ശരി, പിന്നെ ആനിമൽസ് മൃഗശരീരമായാലും ശരി, അതുപോലെ സസ്യങ്ങളുടെ ശരീരമായാലും ശരി, ഏതൊരു ശരീരമായാലും ശരി, അതിൽ വളരെ ഒരു പ്രധാന പങ്ക് ആർക്കുണ്ട്? പ്രധാനയ്ക്കുണ്ട് അല്ലെ. ഇനി പ്രധാനയും അതുപോലെ അവിദ്യയും, രണ്ടാമത്തത് പറഞ്ഞത് ഏതാ? അവിദ്യയാണ് പറഞ്ഞത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമുക്ക് വേണ്ട എൻജോയ്മെന്റ് തരുന്നത്. എവിടെ നിന്ന്? ഭഗവാനിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള ഒരു എൻജോയ് ചെയ്യാൻ. നമ്മളെപ്പോഴും പറയും, ഭഗവാനിൽ നിന്ന് അകന്ന് നിന്ന് നമ്മൾ കുറച്ചുകൂടി എൻജോയ് ചെയ്യാനായിട്ട്, ആസ്വദിക്കാനായിട്ട്, ഈ ഭൗതിക ലോകത്തിൽ എന്തെല്ലാം നമുക്ക് ലഭിക്കുമോ അതിനെയെല്ലാം ആസ്വദിക്കാനായിട്ട് ഒരു ജീവാത്മ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയും അല്ലെ. അതിന് കാരണക്കാരാകുന്നത് ആരൊക്കെയാണ്? ഈ മഹാമായയാണെന്ന് പറയും അല്ലെ. മഹാമായയുടെ 3 ഭാഗം പറഞ്ഞു. അതിൽ തന്നെ പ്രധാനമായിട്ട്, മഹാമായയിൽ തന്നെ പ്രധാനമായിട്ട് 2 പേരാണുള്ളത്. ആരൊക്കെയാണ്? പ്രധാനയും അവിദ്യയുമാണ്. അപ്പൊ പ്രധാനയും അവിദ്യയും ചേർന്നിട്ട് നമ്മളെ എന്താണ്, നമ്മളെ മാറ്റി ഇങ്ങനെ, നമ്മളെല്ലാം ബദ്ധാത്മാക്കളാണ് അല്ലെ. അപ്പൊ നമുക്ക് ബദ്ധാത്മാക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭൗതിക ലോകത്തോടൊരു ആകർഷണം തോന്നും. ആകർഷണം തോന്നുമ്പോൾ നമ്മൾ പറയാം, നമ്മൾ മായയിൽ പെട്ടുപോയി എന്ന് പറയും അല്ലെ. ആ മായയുടെ അകത്ത് നമ്മളെ പ്രധാനമായിട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് പ്രധാനയും അവിദ്യയും. ഇത് എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ ശരീരമുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഫോൾസ് ഐഡന്റിറ്റി ആണ്, നമുക്കറിയാം അല്ലെ. നമ്മൾ ഈ ശരീരമല്ല, നമ്മുടെ ഗീതയിൽ പഠിച്ചു 2ാമത്തെ അധ്യായത്തിൽ, നമ്മൾ ശരീരമല്ല, നമ്മൾ എന്താണ്? ആത്മാവാണ്. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിലുള്ളതല്ല, വാസ്തവത്തിലുള്ളതല്ല. പക്ഷെ ഈ ശരീരമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ളത് എന്ന് കരുതിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ശരീരം വെച്ച് നമ്മൾ ഈ ലോകത്ത് എൻജോയ് ചെയ്യും. അതാണ് അവിദ്യയുടെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിദ്യ കാരണം, ഒന്നെന്ന് പറഞ്ഞാൽ വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം, അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് പറയാം? അവിദ്യ എന്ന് പറയാം അല്ലെ. നമ്മൾ ശാസ്ത്രങ്ങളൊന്നും പഠിക്കുന്നില്ല എങ്കിൽ, നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, നമ്മൾ എന്താണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഇവിടുത്തെ സുഖസൗകര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ, നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൊണ്ട് നമുക്ക് ഈ ഭൗതിക ലോകത്തിന്റെ എല്ലാവിധ ആസ്വാദനത്തെയും നമ്മൾ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കും. അത് എന്ത് കാരണമാണ്? അവിദ്യ പൊട്ടൻസി, അവിദ്യാശക്തി കാരണമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ പ്രധാന എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ശരീരം തരുന്നു. ആ ഒരു അഹംഭാവത്തിൽ നമ്മൾ അവിദ്യ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാനിൽ നിന്ന് അകന്ന് നിന്ന് നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അവിടെയാണ് നമ്മൾ ഇതിന്റെ ഒരു അർത്ഥം
യത് പ്രതീയത എന്ന് പറയുന്നത് ന അർത്ഥം. ന അർത്ഥം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിലുള്ളതല്ല നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അല്ലേ. അർത്ഥം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിലുള്ളതല്ല, റിയൽ അല്ല. പക്ഷേ നമ്മൾ അതിനെ യഥാർത്ഥമായി കാണുന്നു. അതാണ് നർത്ഥം യത് പ്രതീയത. ഏതാണോ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് അതിനെ യഥാർത്ഥമായി കാണുകയും അതിനെ യഥാർത്ഥമായി വിചാരിച്ചുകൊണ്ട് ഈ ഭൗതിക ലോകത്തെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പൊ അത് ഫോൾസ് ആയിട്ടുള്ള മിഥ്യയായിട്ടുള്ള കാര്യമാണ് അല്ലെ. അത് നമുക്ക് അറിയുന്നില്ല. നമ്മൾ ബദ്ധാത്മാക്കളാണ്. ഇനി കുറെ കൂട്ടം ബദ്ധാത്മാക്കൾ എന്തു ചെയ്യുന്നു? ഇതിനെ തിരിച്ചറിയുന്നു. നമ്മൾ ബദ്ധാത്മാക്കളാണെന്നും ഈ ശരീരമല്ല, നമ്മൾ എന്താണ്, ആത്മാവാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് മനസ്സിലാക്കുന്നു? ഇതല്ല വേണ്ടത്, നമ്മൾ ഭഗവാനോട് ചേർന്ന് നിൽക്കണം, നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നവർ എന്തു ചെയ്യുന്നു? ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഭഗവാന്റെ സെർവന്റ് ആയിട്ട്, ഭഗവാന്റെ ദാസന്മാരായിട്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭജിക്കാൻ ശ്രമിക്കുന്നു. അതാണ് വിദ്യാ പൊട്ടൻസി. അപ്പോ ആദ്യം ഏത് വരുന്നു? മഹാമായയില് പെട്ടിട്ട്. അപ്പൊ വിദ്യാ പൊട്ടൻസി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? മഹാമായയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. നമ്മൾ യോഗമായയിലൊന്നും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം ഇവിടെ. ഒരിക്കല് ഒരു പ്രഭാതിന്റെ ശിഷ്യൻ പ്രഭാതിനോട് പറഞ്ഞു, എനിക്കിപ്പോ ലെസ്റ്റ് ഒന്നും ഇല്ല, തീരെ എനിക്ക് കാമവും ക്രോധവും ഒന്നും തോന്നില്ല, ഷഡ്രിപ്പുകളൊന്നും എന്നെ ഇപ്പൊ ആക്രമിക്കാറേ ഇല്ല, ഞാൻ തീർത്തും എന്തായി, പരിശുദ്ധനായി മാറി, അതുകൊണ്ട് തന്നെ എനിക്ക് മായയിലൊന്നും അല്ല, ഞാനിപ്പോ യോഗമായയിലേക്ക് എത്തി എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭാതി പറഞ്ഞു, അപ്പൊ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, ഈ ഭൗതിക ലോകത്ത് ഒരു വ്യക്തിക്കും അങ്ങനെ കഴിയുന്നതല്ല, അപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു എങ്കിൽ അത് തന്നെ എന്താണ്? ഒരു മായയാണ്, നീ മഹാമായയിൽ പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ പോയിട്ടൊരു ഡോക്ടറെ കാണാൻ, നിനക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, ശരിക്കും ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും കൂടി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അതുകൊണ്ട് നീ പോയിട്ട് ഒരു ഡോക്ടറെ കാണാൻ പറ്റും. അതാണ് നമ്മുടെ എല്ലാ അവസ്ഥ. നമ്മുടെ ജഗദ്ഗുരു അദ്ദേഹം പോലും ചിലപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും എവിടെയാണ്? മഹാമായയിലാണ്. കുറച്ച് സമയത്ത് മാത്രം നമ്മൾ എവിടത്തേക്ക് പോകും? കൃഷ്ണാവബോധത്തിലേക്ക് പോകും. അല്ലാതെ നമ്മൾ ഫുൾ ടൈം കൃഷ്ണാവബോധത്തിലും കുറച്ച് സമയം മഹാമായയിലും അല്ല, ഫുൾ ടൈം നമ്മൾ എവിടെ ഇരിക്കണേ? മഹാമായയിലായിരിക്കുന്നത്. കുറച്ച് സമയത്ത് നമ്മൾ എവിടേക്ക് വീഴും? കൃഷ്ണാവബോധത്തിലേക്ക് വീഴും. ആ സമയമാണ് നമ്മൾ സത്സംഗത്തിലൊക്കെ ഇരിക്കുന്ന സമയം. അല്ലാത്ത സമയം മൊത്തം നമ്മളെ ഇങ്ങനെ മഹാമായയിൽ വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മഹാമായയിൽ തന്നെ ഇവിടെ നമ്മുടെ അവിദ്യ എന്ന് പറയുന്ന ശക്തിയാണ് നമ്മളെ ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഭഗവാനിൽ നിന്ന് മാറി നിന്ന് എൻജോയ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇനി വിദ്യാ പൊട്ടൻസിയിലേക്ക് വന്നു കഴിഞ്ഞാല് വിദ്യാശക്തി എന്ത് ചെയ്യുന്നു? നമുക്ക് ഇത് യഥാർത്ഥത്തിലുള്ളത് നമ്മുടെ ശരീരമല്ലെന്നും നമ്മുടെ ആത്മാവാണെന്നും ആ ആത്മാവ് ഭഗവാന്റെ അംശമാണെന്നും നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ശാസ്ത്രം പഠിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ്, ബദ്ധാത്മാവാണ്, ഭഗവാന്റെ ദാസന്മാരായി ജീവിക്കണമെന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അപ്പൊ നമ്മൾ വിദ്യാ പൊട്ടൻസിയിൽ നിൽക്കുന്നു. ഇനി നമ്മൾ യോഗമായയിലേക്ക് എപ്പോഴാ പോകുന്നത്? ആ വിദ്യാ പൊട്ടൻസിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നും നമ്മൾ എപ്പോഴാണോ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാരോടും ചേർന്ന് ഭക്തിയുത സേവനം ചെയ്യാനും ഭഗവാനെ കീർത്തിക്കാനും ഭജിക്കാനും തുടങ്ങുന്നത്, അവിടെ നിന്ന് നമ്മൾ യോഗമായയ്ക്ക് കൈമാറ്റപ്പെടുന്നു. അവിടെ നിന്ന് യോഗമായയിലേക്ക് നമ്മൾ ആ ഒരു എൻട്രൻസിലേക്ക് ചെന്ന് നിൽക്കുകയാണ്, യോഗമായയുടെ ഗേറ്റിലേക്ക് ചെന്ന് അങ്ങനെ നിൽക്കും. പിന്നെയാണ് നമ്മൾ യോഗമായയുടെ ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, മഹാമായ എന്ന് പറയുന്നത് കണ്ടീഷൻഡ് സോൾ അല്ലെങ്കിൽ ബദ്ധാത്മാക്കൾക്കുള്ളത് മാത്രമാണ്. എന്താണോ ഒരു ബദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അതിനെ നടത്തി തരുന്നത് ആരാണ്? മഹാമായയാണ് നടത്തി തരുന്നത് അല്ലെ. അത് നെഗറ്റീവ് ആണെങ്കിലും ശരി, പോസിറ്റീവ് ആണെങ്കിലും ശരി. നെഗറ്റീവ് മീൻസ് എന്താണ്? ഭഗവാനിൽ നിന്ന് അകന്നു നിന്ന് ആസ്വദിക്കുക എന്നുള്ളത്. ഇനി പോസിറ്റീവ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഭഗവാനോട് ചേർന്ന് നിന്ന് ആസ്വദിക്കുക. ഭഗവാനോട് ചേർന്ന് ഭഗവാൻ ഓഫർ ചെയ്ത ഭോഗയും പ്രസാദവും ഒക്കെയും നമ്മൾ കഴിക്കുകയും ഭഗവാനെ കീർത്തിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ ആസ്വദിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? വിദ്യാ പൊട്ടൻസിയിൽ നമ്മൾ നിൽക്കുന്നതിന് നമുക്ക് പോസിറ്റീവ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ നമ്മളൊരു മഹാമായയിൽ തന്നെ വിക്ഷേപാത്മിക എന്ന് പറഞ്ഞിട്ടൊരു ശക്തിയുണ്ട്. വിക്ഷേപാത്മിക ശക്തിയും അതുപോലെ തന്നെ അതിനെ തന്നെ നമ്മൾ പ്രക്ഷേപാത്മിക എന്ന് പറയും. ഈ രണ്ട് ശക്തികൾ, വിക്ഷേപാത്മിക ശക്തി അതുപോലെ പ്രക്ഷേപാത്മിക ശക്തി, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ആവരണാത്മിക ശക്തി എന്ന് പറയും. ആവരണ ആത്മിക ശക്തി എന്ന് പറയും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അർത്ഥം പ്രതീയത, കാണാത്തത്, നമുക്ക് റിയൽ അല്ലാത്തതിനെ നമ്മൾ കാണുന്നു. എങ്ങനെ റിയൽ അല്ലാത്തതിനെ കാണുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ പകൽ സമയത്ത് ഒരു പാമ്പ് വന്നു നമ്മുടെ വീട്ടിലോ മുറ്റത്തോ എന്ന് വിചാരിക്കുക. ഈ പാമ്പ് മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞ് അത് പോയി കഴിഞ്ഞാലും നമ്മൾ രാത്രിയിലോ അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് ഇരുട്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഓ, ഇവിടെ എങ്ങാനും പാമ്പുണ്ടോ
എന്ന് നമുക്ക് തോന്നത്തില്ലേ അല്ലെ? ഈ പാമ്പുണ്ടോ, പാമ്പിനെ കാണുന്നുണ്ടോ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു തേളോ ഏതെങ്കിലും ഒരു എഴുജന്തു ഏതായാലും ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു എഴുജന്തുവിന്റെ കാര്യം പറയുന്നു. നമുക്ക് ഭയാനകമായിട്ടുള്ള ഒരു അവസരത്തിലുള്ള ഒരു ഇത് പറയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും അതിങ്ങനെ കിടക്കും അല്ലെ? അത് നമ്മൾ റിയൽ ആയിട്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിനെ ഒന്ന് ഭയന്ന് നമ്മുടെ മനസ്സിൽ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും അല്ലെ? അപ്പൊ അതാണ് അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് വിക്ഷേപാത്മിക എന്ന് പറയുന്നത്. അതാണ് ന അർത്ഥം പ്രതീയത എന്ന് പറയുന്നത്. ഇനി അർത്ഥം ന പ്രതീയത എന്ന് പാട്ട് വരുന്നുണ്ട്. അർത്ഥം ന പ്രതീയത എന്ന് പറഞ്ഞാല്, അർത്ഥം എന്ന് പറഞ്ഞാല് വാസ്തവത്തിൽ അവിടെ ഉണ്ട്. വാസ്തവത്തിൽ അവിടെ ഉണ്ട്, പക്ഷെ ന പ്രതീയത കാണുന്നതേ ഇല്ല. ഉള്ളതിനെ നമ്മൾ കാണുന്നില്ല. അതെന്താ പറയുന്നത്? അർത്ഥം നമ്മുടെ ഉദ്ദേശിക്കുന്നത് ആത്മാവിനെയാണ്. ആത്മാവ് അവിടെ ഉണ്ട്, പക്ഷെ ആത്മാവിനെ കാണുന്നതേ ഇല്ല, ശരീരത്തെ മാത്രം കാണുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? അതിനെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്ക് രാത്രിയിൽ നമ്മൾ പുറത്തേക്ക് നടന്ന് ഇങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു കുഴി ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ കുഴി അവിടെ വാസ്തവത്തിൽ ഉള്ളതാണ്, പക്ഷെ നമ്മൾ ഇരുട്ട് കാരണം എന്ത് കാണുന്നില്ല? ഈ കുഴിയെ നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മൾ കുഴിയിൽ പെട്ടുപോകും അല്ലെ? അതുപോലെ യഥാർത്ഥത്തിൽ ആ കുഴി അവിടെ ഉണ്ട്. അതാണ് അർത്ഥം. ഇന്ന പ്രതീയത നമ്മൾ കാണുന്നില്ല, യഥാർത്ഥത്തിൽ ഉണ്ട്, പക്ഷെ നമ്മളിത് കാണുന്നില്ല. അതിന് കാരണം എന്താ? ഈ ഇരുട്ട് കൊണ്ട് അതിനെ മറച്ചിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള പ്രകാശമില്ലാത്ത കാരണം അത് മറച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇവിടെ വിദ്യാ പൊട്ടൻസിയുടെ കാര്യം പറയുന്നത്. ഈ വിദ്യാ പൊട്ടൻസി എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള കവർ ഇങ്ങനെ മാറ്റി നമുക്ക് യഥാർത്ഥത്തിലുള്ള എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായിച്ചു തരുന്നു. സത്വഗുണത്തിലുള്ളതാണ് വിദ്യാ പൊട്ടൻസി എന്ന് പറയുന്നത്, വിദ്യാശക്തി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളെ സഹായിക്കുന്നു. ഇനി നമുക്ക് യോഗമായ എന്താണെന്ന് നോക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ഇനി അനന്യ ഭക്തിയിലേക്ക് പോകണം. വിദ്യാ പൊട്ടൻസിയിൽ നിൽക്കുന്നതേ ഉള്ളൂ. വിദ്യാ പൊട്ടൻസിയിൽ നമ്മൾ ഭഗവാനെ തിരിച്ചറിഞ്ഞു. ഇപ്പൊ നമ്മളൊക്കെ എന്താ വിചാരിക്കണേ? നമ്മൾ ഭഗവാനെ തിരിച്ചറിഞ്ഞു, ഞാൻ ഭാഗവതം വായിക്കുന്നുണ്ട്, ഞാൻ ഭഗവത്ഗീത വായിക്കുന്നു, 100% എല്ലാം ആയി, പരിശുദ്ധ ഭക്തിയായി, ഒന്നും ആയിട്ടില്ല. നമ്മൾ ജസ്റ്റ് എൻട്രൻസിൽ നിൽക്കുന്നതേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് പോലും ഇല്ല. ഇനി നമുക്ക് ആ ഒരു ബ്ലിസ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സെൽഫ് റിയലൈസേഷൻ, നമ്മൾ സ്വയം ആ ഒരു ആവിഷ്കാരം നമുക്ക് ആത്മാവെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, അത് മനസ്സിലാക്കി, നമ്മൾ ഭഗവാന്റെ പാസ്റ്റൈംസ് ഒക്കെ മനസ്സിലാക്കി അങ്ങനെയും മുന്നേറണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങറ്റം അനന്യ ഭക്തിയിലെത്തണം. ആ അനന്യ ഭക്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ഉയരത്തിലാണ് ഈ നമ്മളെക്കാളൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ആ ദീക്ഷ എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിങ് മാത്രമാണ്. ആ ഒരു ഭക്തിയുടെ എൻട്രൻസ്, തുടക്കം മാത്രമാണ് അല്ലെ? മഹാമായയിൽ നിൽക്കുന്നേ ഉള്ളൂ. മഹാമായയുടെ ലാസ്റ്റ് ഗേറ്റ്, മഹാമായയുടെ പാർട്ട് നടന്നു പോവുകയാണെങ്കിൽ മഹാമായയുടെ പാർട്ട് കഴിഞ്ഞിങ്ങനെ എൻഡിൽ വന്ന് നിൽക്കുകയാണ് യോഗമായയിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ആ ഒരു പാർട്ടിൽ എത്തിയതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമുക്ക് യോഗമായയുടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, യോഗമായ എന്ന് പറഞ്ഞാല് എപ്പോഴും ഒളിഞ്ഞിരിക്കുന്നതായിരിക്കും. ചില സമയത്ത് മാത്രം അത് പ്രകാശിക്കും. അത് പ്രകാശിച്ച് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. അപ്പൊ ഭഗവാനോട് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മഹാമായ എന്താണ്, യോഗമായ എന്താണ്? രണ്ടും ഭഗവാന്റെ ശക്തികളാണ്, മഹാമായയും യോഗമായയും. അതില് മഹാമായയുടെ പാട്ടാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത്. ഇനി യോഗമായ എന്ന് പറഞ്ഞാല് അത് ഭഗവാന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ പറഞ്ഞ മഹാമായ ആർക്ക് വേണ്ടിയാണ്? ബദ്ധാത്മാക്കൾക്ക് വേണ്ടിയാണ് അല്ലെ? ബദ്ധാത്മാക്കളുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം നടത്തുന്നതെല്ലാം ആരാണ്? മഹാമായാണ്. ഇനി യോഗമായ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ശക്തി, അത് ഭഗവാന്റെ സ്പിരിച്വൽ പർപ്പസ് ആണ്. ഭഗവാനെ എപ്പോഴും ആ ശക്തി അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭഗവാന് വേണ്ട ആഗ്രഹങ്ങൾ, ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? യോഗമായാണ് അല്ലെ? ഭഗവാന്റെ പാസ്റ്റ് ടൈംസ് എല്ലാം നടത്തുന്നത്, എല്ലാം അറേഞ്ച് ചെയ്യുന്നത് എല്ലാം ആരാണ്? യോഗമായാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് മൃദുഭക്ഷണ ലീല എന്ന് പറഞ്ഞാല് ഭഗവാൻ മണ്ണുണ്ണുന്ന ഒരു ലീലയുണ്ട് അല്ലെ? ആ മണ്ണുണ്ട് കഴിഞ്ഞ് ദാവുജി ചെന്നിട്ട് പറയും, ബൽറാംജി ചെന്നിട്ട് പറയും, അമ്മേ അവിടെ കൃഷ്ണൻ എന്ത് ചെയ്തു? മണ്ണുണ്ടു എന്ന് പറയും അല്ലെ? മണ്ണുണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് വിളിക്കും, കൃഷ്ണ ഇവിടെ വാ, എന്താ മണ്ണുണ്ടത് എന്ന് ചോദിക്കും അല്ലെ? വായ തുറക്ക്, ഞാൻ കാണട്ടെ പറയും അമ്മ. അപ്പൊ കൃഷ്ണൻ ചെന്നിട്ട് എന്ത് ചെയ്യും? വായ തുറന്ന് കാണിക്കും. പക്ഷേ യശോദാമ്മ എന്താ കണ്ടേ? മണ്ണ് കണ്ടോ? മണ്ണ് കണ്ടില്ല. അമ്മ കണ്ടത് ഈ ഒരു പ്രപഞ്ചം അല്ലെ? അഖില ബ്രഹ്മാണ്ട കോടി, ആ ഒരു ഇതാണ്, ബ്രഹ്മാണ്ടമാണ് കാണുന്നത് അല്ലെ? ബ്രഹ്മാണ്ടങ്ങൾ, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളാണ് കാണുന്നത്. അപ്പോ ഈ ബ്രഹ്മാണ്ടങ്ങളിലെല്ലാം ഓരോ കൃഷ്ണൻ, ഓരോ യശോദ, അങ്ങനെ കാണുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുന്നത് ആരാ?
ഭഗവാൻ വിചാരിക്കുകയാണ് ഇത് യശോദാമ്മയെ കാണിക്കണം എന്നല്ലേ. ഭഗവാന്റെ പവറാണ്. ഭഗവാൻ അവിടെ കുഞ്ഞു കുട്ടിയായിട്ട് അങ്ങനെ ഓടിക്കളിച്ച് നൃത്തം ചെയ്ത് ഗോപികമാര് പറയുമ്പോഴെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നടനമാടൂ കണ്ണ എന്ന് പറയുമ്പോ എല്ലാം നടനമാടി അങ്ങനെ കുഞ്ഞു കുട്ടിയായി കളിച്ച് നടക്കുമ്പോഴും ഭഗവാന് ഈ ഒരു ഭഗവാൻ ആരാണ് എന്നുള്ള ആ ഒരു ശക്തി അവിടെ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് യോഗമായ ആ പൊട്ടൻസിയിലെ യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അതാണ് പ്രകാശിക്കുക എന്ന് പറഞ്ഞത്. യോഗമായ ചില സമയത്ത് എന്ത് ചെയ്യും, പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന സമയത്ത് ഭഗവാന്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ യശോദാമ്മയ്ക്ക് അവിടെ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തതിന് ശേഷം യശോദാമ്മ ഇതെല്ലാം കണ്ടു, ഭഗവാനാണ് എന്നുള്ളതും മനസ്സിലാക്കി. പക്ഷെ അത് കഴിഞ്ഞിട്ടോ അതെന്ത് ചെയ്തു, ഹിഡൻ ചെയ്തു അല്ലെ. എല്ലാറ്റിനെയും അങ്ങനെ കവർ ചെയ്തു വെച്ചു, എല്ലാറ്റിനെയും മറച്ചു അല്ലെ. അപ്പൊ യോഗമായ എന്ത് ചെയ്യുന്നു, അതിനെല്ലാറ്റിനെയും ചില സമയത്ത് അങ്ങനെ മറയ്ക്കുകയും ചെയ്യുന്നു. അതും ആരുടെ ഇഷ്ടം, ഭഗവാന്റെ അച്യുത ഇച്ഛ അല്ലെ. ഭഗവാന്റെ ഇഷ്ടപ്രകാരം യശോദാമയിൽ നിന്നും അത് മറച്ചു വെച്ചു. എന്തുകൊണ്ട് മറച്ചു വെച്ചു? കാരണം വ്രജത്തില് ആ ഒരു സ്വീറ്റ്നെസ് ആണുള്ളത്, മാധുര്യമുണ്ട്. ആ മാധുര്യം ആയിട്ടുള്ള ഇഷ്ടം, ഭഗവാനോടുള്ള ഇഷ്ടം മാറ്റാനായിട്ട് ഭഗവാന് ഇഷ്ടമില്ല അല്ലെ. ഭഗവാന്റെ ശക്തി കാണിക്കാനോ തന്റെ വിഭൂതികൾ എന്തെല്ലാമാണെന്ന് അവിടെ കാണിക്കാനോ താല്പര്യമില്ല. പക്ഷെ ഒരു പേർപ്പസ് ഭഗവാൻ അത് അറിയണം എന്നുള്ളത് യശോദമ്മ ആഗ്രഹിച്ചു. എന്താന്നുള്ളത് അത് കാണിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. എപ്പോഴോ ഭഗവാൻ ഇങ്ങനെ കോട്ടുവാ വെക്കും അത്രേ. ഭഗവാൻ കോട്ടുവാ വെക്കുമ്പോൾ യശോദമ്മ അങ്ങനെ കാണും. അപ്പൊ ആ വായ്ക്കുള്ളിൽ ഭഗവാന്റെ എല്ലാ പ്രപഞ്ചത്തെയും കാണുമ്പോൾ യശോദമ്മ ആഗ്രഹിക്കും, എനിക്കിത് എന്താണെന്ന് ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കും. അതിന് ആ ഭക്തിയുടെ, പരിശുദ്ധ ഭക്തിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൃദുഭക്ഷണ ലീല ചെയ്യുന്നത്. അപ്പൊ ആ മൃദുഭക്ഷണ ലീലയിലൂടെ വീണ്ടും യശോദാമ്മയെ രണ്ടാമത്തെ പ്രാവശ്യം ഈ പ്രപഞ്ചങ്ങൾ, അഖില ബ്രഹ്മാണ്ട കോടി, ആ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളും ഒക്കെയും കാണുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പക്ഷെ പിന്നീട് വീണ്ടും ആ വ്രജത്തിലെ പ്രേമം നഷ്ടപ്പെടാനായിട്ട് ആരാഗ്രഹിക്കുന്നില്ല, കൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യോഗമായയോട് എന്ത് പറയാണ്, അതിനെ മറയ്ക്കാൻ പറയുന്നു. യോഗമായ എന്ത് ചെയ്യുന്നു, അതിനെ മറയ്ക്കുന്നു. അപ്പൊ വീണ്ടും യശോദാമായി വീണ്ടും പഴയ പോലെ എല്ലാം മറന്നിട്ട് വീണ്ടും കൃഷ്ണനോട് എന്റെ കുട്ടിയാണ്, എന്റെ ഉണ്ണിയാണ്, വിശക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും വെണ്ണ കടഞ്ഞ് ഭഗവാന് കൊടുക്കുകയും ഭഗവാന് ആടി കൊടുക്കുകയും അല്ലെ, ഭഗവാനെ കെട്ടുകയും. ദാമോദർ ലീലയിൽ ഭഗവാനെ കെട്ടുന്നുണ്ട് അല്ലെ. ആ കെട്ടുന്നതും ഇത് തന്നെയാണ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഭഗവാനെ കെട്ടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം കയർ വെച്ച് കെട്ടിയിട്ടും ഭഗവാന്റെ ആ ഒരു സ്പിരിച്വൽ ഫോം ആയാലും മെറ്റീരിയൽ ഫോം, ഭഗവാൻ ആ മനുഷ്യ രൂപത്തിൽ വന്നെങ്കിലും ഭഗവാനെ കെട്ടാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ ഭഗവാന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള, ആർക്കും ഭഗവാൻ അങ്ങനെ ഒരു എത്ര നീളത്തിലുള്ള കയർ വെച്ചിട്ടും ഭഗവാനെ ബന്ധിക്കാൻ പറ്റില്ല എന്നുള്ളത് ഭഗവാൻ അവിടെ കാണിച്ചു കൊടുത്തു. പക്ഷേ യശോദാമ്മയുടെ ഭക്തി കൊണ്ട് ഭഗവാനെ അവിടെ കെട്ടാം എന്നുള്ളത് ഭഗവാൻ എന്ത് ചെയ്യുന്നു, കുഞ്ഞു പീസ് കയറിൽ തന്നെ പിന്നീട് ഭഗവാനെ ബന്ധിക്കാം എന്നുള്ളതും കാണിച്ചു കൊടുത്തു അല്ലേ. അപ്പൊ അവിടെ ലിമിറ്റഡും അൺലിമിറ്റഡും ആയിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തെ കെട്ടാമെന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇതിന്റെ അറേഞ്ച്മെന്റും ആരാ ചെയ്യുന്നത്, യോഗമായാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ബ്രഹ്മവിമോഹന ലീലയില് ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രഹ്മാവ് വിചാരിക്കും ആ ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി ഒക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ എന്താ ഈ ഗോവിന്ദനെ ഇപ്പം നമുക്ക് ഈ ചതുശ്ലോകി ഭാഗവതം പറഞ്ഞു കൊടുത്തു ഒക്കെ കഴിഞ്ഞ് ബ്രഹ്മാവ് ഇതൊക്കെ സൃഷ്ടിയൊക്കെ ചെയ്തു അല്ലെ. ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഗോവിന്ദം ആദിപുരുഷൻ തമഹം ഭജാമി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴുണ്ട് ഇവിടെ വെണ്ണയൊക്കെ, ഒരു കയ്യില് വെണ്ണയുണ്ട്, ഒരു കയ്യിൽ ആ പാത്രത്തിൽ നിന്ന് ഭോജന ലീലയിൽ അങ്ങനെ സഖാക്കളുടെ പാത്രത്തിൽ നിന്ന് വാരി ഉണ്ണുന്നു, സഖാക്കളുടെ വായിൽ നിന്ന് എടുത്തിട്ട് ഉണ്ണുന്നു അല്ലെ. ഇതൊക്കെയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാനെ ഇതാണോ പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള ഒരു സംശയം ആർക്ക് വന്നു, ബ്രഹ്മാവിന് വന്നു അല്ലെ. അപ്പൊ ആ ബ്രഹ്മാവിന് ആ ഒരു സംശയം വന്നപ്പോഴത്തേക്ക് ആ ഒരു വിമോഹനം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, അവിടെയും ഇത് തന്നെയാണോ, ഇത് ദിവ്യ പുരുഷോത്തമൻ തന്നെയാണോ എന്നൊരു സംശയം വരുമ്പോൾ ആ ഒരു സംശയം തീർത്തു കൊടുക്കുകയാണ്, തന്റെ ശുദ്ധഭക്തന് തീർത്തു കൊടുക്കുകയാണ് ഭഗവാൻ. എന്ത് ചെയ്യുന്നു, ബ്രഹ്മ വന്നിട്ട് ഈ പശുക്കിടാങ്ങളെ എല്ലാം മോഷ്ടിച്ചു പോകുമ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പശുക്കിടാങ്ങളെ കാണുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ്, പശുക്കിടാങ്ങളും പശുക്കളും ഗോപന്മാരും ആണുള്ളത്. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെല്ലാവരും ഉണ്ട്. പക്ഷെ പിന്നെ പ്രതീയത ഇവരെയൊന്നും കാണുന്നില്ല. പിന്നെ നോക്കുമ്പോൾ ആരെയാ കാണുന്ന, ചതുർഭുജത്തെ എല്ലാം ചതുർഭുജ രൂപം. അപ്പൊ മനസ്സിലായി ഇതൊന്നും പശുക്കിടാങ്ങളൊന്നും അല്ല. ആരാണ്, ഇതെല്ലാം ഭഗവാനാണ്, ഭഗവാന്റെ ലീലയാണ്. അങ്ങനെ വന്നിട്ട് ഭൗതിക ലോകത്ത് നോക്കുമ്പോഴും അവിടെ പശുക്കിടാങ്ങളും എല്ലാ ഗോപബാലന്മാരും എല്ലാവരും അവിടെ ഉണ്ട്. പക്ഷെ ബ്രഹ്മ പിന്നീട് നോക്കുമ്പോൾ കാണുന്നത് എല്ലാം ചതുർഭുജ രൂപം. കാരണം എന്താ, ഭഗവാൻ തന്നെയാണ് വിസ്തരിച്ചത് അല്ലെ. അപ്പോ ഇതെല്ലാം ഭഗവാന്റെ ലീലയാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ബ്രഹ്മവിമോഹന ലീല വന്നത്, ബ്രഹ്മാവിന് ഒരു സ്പിരിച്വൽ പ്രൈഡ് വന്നു, ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു
അഹംഭാവം ആർക്ക് വന്നു? ബ്രഹ്മാവിന് വന്നു. ആ ഒരു പ്രൈഡ്, ആ ഒരു അഹംഭാവം ഇല്ലാതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഒരു ലീല ചെയ്തതെന്നാണ് പറയുന്നത്. സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന നമ്മുടെ ഒന്നും അഹംഭാവമല്ല, അത് കുറച്ചുകൂടി ഹയർ ആ ഒരു ലെവലിൽ ഉള്ളവർക്കുള്ളതാണ്. ചില ഗോപികമാർക്ക് അങ്ങനെ ഒരു അഹംഭാവം വരുന്നുണ്ടല്ലോ. രാസലീലയുടെ സമയത്ത് അവർക്ക് എന്ത് വരുന്നുണ്ട്? ഒരു സ്പിരിച്വൽ പ്രൈഡ്. ഓ, എന്റെ കൂടെ ഓരോ ഗോപികമാരോടൊപ്പം നിന്ന് ഭഗവാൻ അങ്ങനെ നൃത്തമാടുന്ന സമയത്ത് ഓരോ ഗോപികയും വിചാരിക്കും എന്നോടൊപ്പം മാത്രമാണ് ഭഗവാൻ ലീലയാടുന്നത് എന്ന്, അല്ലെ? നമുക്കാരും തോന്നും, ഓ, എനിക്ക് മാത്രമാണ് ഭഗവാൻ, എനിക്ക് അത്ര ഭക്തിയുള്ളത്, ഞാൻ മാത്രം ഉയർന്ന ഭക്തിയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്പിരിച്വൽ പ്രൈഡ് നമുക്ക് വേണമെങ്കിലും വരാം. ആ അവർക്ക് വരുന്ന പ്രൈഡ് നമുക്ക് വരുന്ന പ്രൈഡ് രണ്ടും ഡിഫറെന്റ് ലെവലാണ് എങ്കിൽ പോലും അവിടെ ഗോപികന്മാർക്ക് അങ്ങനെ ഒരു സ്പിരിച്വൽ പ്രൈഡ് വരുന്ന സമയത്ത്, ആധ്യാത്മികമായിട്ടുള്ള ഒരു മിഥ്യ അഹംഭാവം വരുന്ന സമയത്ത്, താൻ എന്തോ ആണെന്ന്, ഓ, ഭഗവാൻ എന്റെ കൂടെ നിൽക്കുന്നു, ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളൊരു ഭാവം വരുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? മറയുന്നുണ്ട്, അല്ലെ? മറഞ്ഞ് രാധിക റാണിയെ കൊണ്ടുപോകുന്ന ആ ഒരു പാർട്ട് അറിയാമായിരിക്കാം. ദശമസ്കന്ധത്തിലൊക്കെ അത് നമുക്ക് പറയുന്നുണ്ട്, ചൈതന്യ ചരിതാമൃതയിലൊക്കെ അത് നമുക്ക് പറയുന്നുണ്ട്. അതേപോലെയാണ് ഇവിടെ ബ്രഹ്മാവിന് അങ്ങനെ ഒരു അഹംഭാവം വരുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ബ്രഹ്മവിമോഹന ലീല വരുന്നത്. അവിടെയും യോഗമായാണ് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ദാമോദർ ലീലയുടെ സമയത്തായാലും അതുപോലെ തന്നെ അർജുനൻ വിശ്വരൂപ ദർശനത്തിന്റെ സമയത്ത്, വിശ്വരൂപ ദർശന യോഗം നമുക്ക് 11ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിലുണ്ട്, അല്ലെ? അപ്പൊ ആ വിശ്വരൂപം ദർശിക്കുന്ന സമയത്ത് അർജുനനും ഇതുപോലെ തന്നെയാണ്. അർജുനൻ അങ്ങനെ നന്നായിട്ട് ഭഗവാനോട് സഖാവായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അർജുനന് തോന്നും, എനിക്കും ഒരു ദിവ്യചക്ഷുവൊക്കെ കിട്ടി, ഭഗവാനെ ഒരു വിശ്വരൂപം ഇത്രയും വിഭൂതിയൊക്കെ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് പറയും? എനിക്കൊന്ന് കാണണം ഭഗവാനെ എന്ന് പറയും. അങ്ങനെ ഭഗവാൻ വിശ്വരൂപം കാണിക്കും. വിശ്വരൂപം കാണിക്കുന്ന സമയത്ത് അർജുനൻ പറയാണ്, അയ്യോ, എനിക്കിതൊന്നും കാണണ്ട, എനിക്ക് സൗമ്യരൂപം ദർശിച്ചാൽ മതി എന്ന് പറയും, അല്ലെ? ശരിക്കും പറഞ്ഞാൽ അന്നേരത്തെ എന്തൊക്കെ കണ്ട്? ഭഗവാന്റെ ദ്വിഭുജ രൂപവും ഉണ്ട്, ഈ ഒരു വിശ്വരൂപവും ഉണ്ട്. രണ്ടും ഒരേ സമയത്ത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അർജുനന് ദിവ്യചക്ഷു ഉള്ള കാരണം അർജുനൻ ആ വിശ്വരൂപം കാണുന്നു. പിന്നെ ആര് കാണുന്നു? ഹരികൃഷ്ണ. സഞ്ജയൻ കാണുന്നു. പിന്നെ ആര് കാണുന്നു? സഞ്ജയൻ കാണുന്നു, കറക്റ്റ്. പിന്നെ ആര് കാണുന്നു? കൗരവസഭയിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ കാണിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധമാണ് ക്വസ്റ്റ്യൻ. കൗരവസഭ നമുക്ക് പോകണ്ട, കുരുക്ഷേത്ര ഇതാണ്. വിതുരൻ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നോ? ഇല്ല 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 ഇല്ല. ബലറാമില്ല, വിതുരറില്ല. പറയട്ടെ? ദ്രോണറാണോ? അല്ല, ദ്രോണരൊക്കെ കാണുന്നത് കൗരവസഭയിൽ. ഭീഷ്മരും കൗരവസഭയിലാ കാണുന്നത്. ഞാൻ പറയട്ടെ? ഒന്നാമത്തെ അധ്യായത്തില് ഭഗവത്ഗീതയില് ആ ഒരു പേഴ്സണാലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഒരു ക്ലൂ. സഞ്ജയന. സഞ്ജയൻ രണ്ടുപേര് കണ്ടു. അർജുനനും സഞ്ജയനും കണ്ടു. വ്യാസമഹർഷി അല്ല പ്രഭു, പറയട്ടെ ഞാന്? ഉദ്ധവര് അവിടെ എങ്ങും വരാൻ ചാൻസ് ഇല്ല. കൊടിക്കൂറയിലിരുന്ന ഒരു വ്യക്തിയാണ്. ഇനി പറയൂ. ഹനുമാൻജി. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായ ഹനുമാൻജി കൊടിക്കൂറയിലിരുന്ന് ഭഗവാന്റെ ആ ഒരു വിശ്വരൂപം കണ്ടു. ഓക്കെ. അപ്പോ അത്ര പേരാണ് അവിടെ വിശ്വരൂപം കാണുന്നത്. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു? അപ്പൊ ബാക്കിയുള്ളവരെല്ലാം എന്താ കാണുന്നേ? ഭഗവാന്റെ ആ ഒരു സാധാ പാർത്ഥസാരഥിയായിട്ടുള്ള രൂപമാണ് ബാക്കിയുള്ളവരെല്ലാം കണ്ടത്, അല്ലെ? അപ്പൊ ഭഗവാൻ എപ്പോഴെല്ലാം ആർക്കെല്ലാം ഇത് കാണിക്കണം, എന്റെ വിശ്വരൂപം ഇത്ര ആള് കാണണം, എന്റെ ദ്വിഭുജ രൂപം ഇത്ര ആള് കാണണം, ഇതെല്ലാം നടത്തുന്ന ഭഗവാന്റെ ഡിസയർ, ഭഗവാന്റെ ആഗ്രഹം, അല്ലെ? ആ ഭഗവാൻ മനസ്സിൽ വിചാരിക്കുന്നു അർജുനന് കാണണമല്ലോ, അർജുനൻ തന്റെ ഭക്തനാണ്, അർജുനന് കാണണം. അപ്പൊ ആ ആഗ്രഹം നടത്തി കൊടുക്കുന്നു ഭഗവാൻ നടത്തി കൊടുക്കുന്ന സമയത്ത് അതെല്ലാം ചെയ്യുന്നത് ആരാണ്? യോഗമായാണ്. അപ്പൊ അവിടെ പരിശുദ്ധ ഭക്തനായതുകൊണ്ട് അവിടെയാണ് യോഗമായയുടെ ഒരു ഇത്. അവിടെ മഹാമായ ഇല്ല. മഹാമായ എവിടെയാണ് ഉള്ളത്? ബദ്ധാത്മാക്കളുടെ കൂട്ടത്തിലാണ് ഉള്ളത്. അപ്പോ ഇതാണ് നമുക്ക് ആ ഒരു രണ്ടാമത്തേതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ശരീരവും അതുപോലെ ആത്മാ, അല്ലെ? ഇത് രണ്ടും അർത്ഥം എന്താണെന്നും പ്രതീയത എന്താണെന്നും നമുക്ക് മനസ്സിലായല്ലോ, അല്ലെ? അർത്ഥം ഹൃദയർത്ഥം യത് പ്രതീയത ന പ്രതീയത ചാത്മനി തദ്വിദ്യാത്മനുമായാം യഥാ ഭാസോ യഥാ തമ. ഞാൻ പറഞ്ഞു ഭാസോ എപ്പോഴാണ് ആ ഒരു ലൈറ്റിംഗ് വരുന്നത്, അല്ലെ? പ്രകാശത്തിൽ വരുന്നത് യഥാ തമ,
അന്ധകാരത്തിൽ വരുന്ന എപ്പോഴാണ് അല്ലെ? രണ്ടും പറഞ്ഞില്ലേ നമ്മള്? അന്ധകാരത്തിലുള്ള കാര്യം പറഞ്ഞു, ഒരു കുഴിയിൽ വീഴുന്ന കാര്യം പറഞ്ഞു, ഇനി യോഗമായ എപ്പോഴായിരിക്കും കവർ ചെയ്ത് വെക്കുന്നത് പറഞ്ഞു അല്ലെ? എപ്പോഴാണ് യോഗമായ പ്രകാശിക്കുന്നത് പറഞ്ഞു, എപ്പോഴാണോ യോഗമായ അതിനെ ഹിഡൻ ആക്കി വെക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ? അതാണ് അവിടെ യഥാഭാസോ യഥാതമ. നമുക്ക് വർത്തനം വായിക്കാം. വർത്തനം പ്രഭാത് കീജെ. അല്ലയോ ബ്രഹ്മാവേ, എന്തു തന്നെ മൂല്യമുള്ളതായാലും അതിനെ എന്നോട് ബന്ധപ്പെടുത്താത്ത പക്ഷം അതിന് വാസ്തവികത്വം ഉണ്ടായിരിക്കുകയില്ല. അതിനെ എന്റെ മായാമയ ശക്തിയായി അറിയുക. അന്ധകാരത്തിലെ പ്രതിഫലനം പോലെ കാണായി വരുന്നു. ഹരികൃഷ്ണ മ്യൂട്ട്. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറയുന്നുണ്ടോ ഇല്ലയോ? ഹരികൃഷ്ണ മ്യൂട്ട് ചെയ്യാമോ? ഹരികൃഷ്ണ സോറി. സോറി. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? എത്രയൊക്കെ മൂല്യമുണ്ട് എന്ന് പറഞ്ഞാലും ശരി, ആർക്കൊക്കെ നമുക്ക് എത്ര മൂല്യമുണ്ട്, നമ്മൾ ഏത് പ്ലേസിൽ ഇരിക്കണമെന്ന് പറഞ്ഞാലും അത് ഭഗവാനുമായി ചേർത്ത് വെച്ചാൽ മാത്രമേ അതിന് മൂല്യം ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ നമ്മൾ എക്സാമ്പിൾസ് പറയുന്നത് സീറോയുടെ മൂല്യം വരണമെങ്കിൽ സീറോയുടെ അടുത്ത് എന്ത് വെക്കണം? 1 വെക്കണം അല്ലെ? അത് ഇപ്പുറത്തെ സൈഡിൽ ഇപ്പൊ സീറോയുടെ തൊട്ടിപ്പുറത്ത് 1 വെച്ച് കഴിഞ്ഞാൽ അത് എത്രയായി? 10 ആയി അല്ലെ? അല്ലാതെ ഒരു 10 പൂജ്യം നിരത്തിയിട്ടാൽ ആ പൂജ്യത്തിന് എന്തില്ല? വിലയില്ല. അതിന്റെ എല്ലാറ്റിന്റെയും ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എവിടെ വെക്കണ്ടേ? ലെഫ്റ്റ് സൈഡ് എന്ന് പറയാം അല്ലെ? 10 വെക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആണോ? 1 ആദ്യം വെക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ്, ഇടതുവശത്ത് ഒരു 1 വെച്ച് കഴിഞ്ഞാൽ അതിന് മൂല്യമുണ്ട്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം 1 എന്ന് പറയുന്ന 1 ആൻഡ് 1 എന്ന് പറയുന്നത് ആരാണ്? ഒരേ ഒരു വ്യക്തി, ഏകനായ വ്യക്തി. അത് ആരാണ്? വ്യക്തി രൂപത്തിലുള്ള നമ്മുടെ ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാനെ നമ്മൾ വച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം വെറും വട്ടപൂജ്യമായി പോകും അല്ലെ? അപ്പൊ അതുകൊണ്ട് എത്രയൊക്കെ മൂല്യമുള്ളതായാലും അതിനെ ഭഗവാനോട് ബന്ധപ്പെടുത്തുക. അപ്പോൾ മാത്രമേ അതിനെന്തുള്ളൂ? വാസ്തവികത്വമുള്ളൂ. അപ്പോൾ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. അതിനെ എന്റെ മായാമയ ശക്തിയായി അറിയുക. അല്ലെങ്കിൽ എന്തായി പോകും? നമ്മളെല്ലാം ബദ്ധാത്മാക്കളായിട്ട് മഹാമായയിൽ പെട്ട് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എൻജോയ്മെന്റിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ നമുക്ക് വിദ്യാപൊട്ടൻസി വരണം, വിദ്യാശക്തി വരണം. ആ വിദ്യാശക്തിയിലൂടെ നമുക്ക് എവിടേക്ക് എത്താൻ പറ്റും? നമുക്ക് യോഗമായയുടെ ഔരത്തിലേക്ക് എത്താൻ പറ്റും. യോഗമായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, ഭഗവാന്റെ പാസ്റ്റ് ടൈംസ്, ഭഗവാന്റെ ലീലകള് അല്ലെ? ഭഗവാന്റെ ലീലകളെല്ലാം അറേഞ്ച് ചെയ്യുന്നതും അതിനെ പ്രകാശിപ്പിക്കുന്നതും ഭക്തന്മാരിലേക്ക് എത്തിക്കുന്നതും ഒക്കെയാണ് യോഗമായ പൊട്ടൻസി എന്ന് പറയുന്നത്. ഭഗവാന്റെ ആധ്യാത്മിക തലത്തില് അസിസ്റ്റ് ചെയ്യുന്നതാണ് ആര്? യോഗമായ എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 2 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇതിന്റെ ഭാവാർത്ഥമൊക്കെ വളരെ ഗംഭീരമായിട്ട് മുന്നേ വായിച്ചത് തന്നെയാണ്. ഇനിയും ഒന്നുകൂടി വായിച്ചു നോക്കുക. എത്ര വായിച്ചാലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൽ ധാരാളം ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. ഈ ശ്ലോകങ്ങളൊക്കെയും വായിച്ച് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഒരു ശ്ലോകം തന്നെ, ഒരു വേർഡ് തന്നെ പറയാൻ നമുക്ക് ഒരു ക്ലാസ് ചിലപ്പോൾ വേണ്ടി വരും. ശ്ലോകങ്ങളൊക്കെയും ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് വളരെ ചുരുക്കി കണ്ടന്റിന്റെ രൂപത്തിൽ പറഞ്ഞിട്ട് കുറച്ചൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഇനി 2 ശ്ലോകങ്ങളുണ്ട്. അതില് 33, 34 നമ്മളെടുത്തു. 35 ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അവസരം പ്രഭു ഗോവിന്ദരാജ് പ്രഭു അതുപോലെ പൈതൽ പ്രഭു കാരുണ്യം കാണിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. 36, 35, 36 നമുക്ക് നോക്കാം. 37 അതിന്റെ ലാസ്റ്റ് കൺക്ലൂഷൻ വരുന്നു. പിന്നെ 38 മുതൽ ശ്രീ ശുകദേവ് ഗോസ്വാമിയുടെ. അപ്പൊ അതുപോലെ നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. 2 ശ്ലോകം കൂടി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം. വഞ്ചാകൽപതരൂപേക്ഷ കൃപാസിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ